നമസ്കാരം. കെട്ടിട നമ്പർ പോലുമില്ലാതെ പത്തനംതിട്ട KSRTC ടെർമിനൽ. അഗ്നിരക്ഷാ സേനയുടെ NOCയും ലഭിച്ചിട്ടില്ല. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിർമ്മിച്ച KSRTC കെട്ടിടത്തിലാണ് ഈ അവസ്ഥ. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന് പകരം സൗകര്യമുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയിട്ട് തുടക്കം കുറിച്ചത് K ശിവദാസൻ നായർ MLA ആയിരുന്ന കാലത്താണ്. ഭരണമാറ്റം വന്നതോടെ 2 വർഷത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങി. കരാറെടുത്തവർക്ക് നൽകേണ്ട പണം കുടിശ്ശികയായതോടെയാണ് പണികൾ മുടങ്ങിയത്. അങ്ങനെയാണ് കെട്ടിടത്തിന്റെ പൂർത്തിയായ ഭാഗം ചൂണ്ടിക്കാട്ടി വ്യാപാരികൾക്ക് വേണ്ടി ലേലം നടത്തിയത്. പണം നൽകിയാലുടൻ കെട്ടിടം പൂർത്തിയാക്കി മുറികൾ ഇവർക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. 2017 താഴെയുള്ള 18 കടമുറികൾ 13 പേർക്കായി ലേലത്തിന് നൽകിയത്. കരുതിവെച്ച സമ്പാദ്യം ഉപയോഗിച്ചും പലിശയ്ക്ക് പണമെടുത്തുമാണ് എല്ലാവരും കടമുറികൾ ലേലത്തിന് പിടിച്ചത്. 1 വർഷത്തിനുള്ളിൽ കടമുറികൾ പൂർത്തിയാക്കി നൽകാമെന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം. കച്ചവടക്കാരിൽ നിന്ന് 2.63 കോടി രൂപയോളം KSRTC ലേലത്തുകയായി വാങ്ങി. നല്ലൊരു ശതമാനം തുകയും വ്യാപാരികൾ ആദ്യ ഗഡുവിൽ നൽകുകയും ചെയ്തു. എന്നാൽ കെട്ടിടപ്പണി നീണ്ടുപോയി. 2021 KSRTC പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നിർമ്മാണത്തിലെ വീഴ്ചകൾ കാരണം കടമുറികൾ തുറന്നു നൽകാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പല പ്രാവശ്യം അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും ഒന്നിലും പരിഹാരം കണ്ടെത്താനുമായില്ല. കടമുറികൾ നൽകണമെന്ന ആവശ്യമുയർത്തി പലതവണ നിവേദനങ്ങൾ വിവിധ തലങ്ങളിൽ വ്യാപാരികൾ നൽകിയെങ്കിലും ഫലം ഉണ്ടാകാത്തതിനെ തുടർന്ന് വ്യാപാരികൾ ഇനി കടമുറികൾ വേണ്ട എന്ന തീരുമാനത്തിലെത്തി. അടച്ച പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ലഭിക്കാതെ വന്നതോടെ നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ച് പണം തിരികെ നൽകാൻ KSRTC അധികൃതർ തയ്യാറായി. മിക്കവർക്കും പണം തിരികെ നൽകിയെങ്കിലും 1 രൂപ പോലും പലിശ ഇനത്തിൽ നൽകാൻ KSRTC തയ്യാറായില്ല. എന്നാൽ വ്യാപാരികളിൽ പലർക്കും പലിശ ഇനത്തിൽ ആയിരക്കണക്കിന് രൂപയാണ് ചെലവായത്. പുതിയ കെട്ടിടത്തിന്റെ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് അന്വേഷണത്തിൽ നിർമ്മാണത്തിന്റെ അപാകത ഉണ്ടെന്ന് ഉദ്യോഗസ്ഥൻ കണ്ടെത്തി. മുകൾ നിലയിലെ പല മുറികളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലാണ്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ KSRTC ടെർമിനലിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലുമായി. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറികളിൽ പോലും വെള്ളക്കെട്ടിലാണ്. അഗ്നിരക്ഷാ സേന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതിന് കാരണം NOCയും ലഭിച്ചിട്ടില്ല. നഗരസഭ കെട്ടിട നമ്പർ നൽകാനും തയ്യാറാകാത്തത് കാരണം മുറികൾ വാടകയ്ക്ക് നൽകാനും കഴിയാത്ത സ്ഥിതിയിലാണ് KSRTC. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഏപ്രിൽ 24 മുതൽ 27 വരെ നമ്മുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്നു.